ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ. വായ്പകളിന്മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടി. സിപിഐക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സിപിഎമ്മും. ആലത്തൂരിൽ സിറ്റിംഗ് എംപി ഡോക്ടർ പി.കെ. ബിജുവിന് 3ാം ഊഴം. ചാലക്കുടിയിൽ വീണ്ടും ഇന്നസെന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുവടുറപ്പിച്ച് ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്ന് രാജാജി മാത്യു തോമസ്. സംസ്ഥാനത്ത് +1, +2 പരീക്ഷകൾ ബുധനാഴ്ച തുടങ്ങും. അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ ഒന്നിച്ച് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പ്രളയത്തിൽ മുങ്ങിയ വീടുകളുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയതിൽ അപാകതയെന്ന് ആക്ഷേപം. മതിലകത്ത് വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനനുവദിച്ച് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കാർഷിക കടാശ്വാസ വായ്പാ പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കർഷകർ എടുത്ത വായ്പകളിന്മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ നീട്ടി. കർഷകർ എടുത്തിട്ടുള്ള കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കും. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് സംസ്ഥാനത്തൊട്ടാകെയുള്ള കർഷകർക്ക് മൊറട്ടോറിയത്തിന്റെ ആനുകൂല്യം ലഭിക്കും. ദീർഘകാല വിളകൾക്ക് പുതിയതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 വർഷത്തേക്ക് നൽകും. വായ്പയെടുക്കുന്ന തീയതി മുതലുള്ള 1 വർഷത്തേക്കായിരിക്കും പലിശ നൽകുക. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് 85 കോടി രൂപ ഉടനെ അനുവദിക്കും. ഇതിൽ 54 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാകും നൽകുക. വിളനഷ്ടത്തിന് 2015 സർക്കാർ ഉത്തരവ് പ്രകാരം നൽകിവരുന്ന നഷ്ടപരിഹാരം ചില വിളകൾക്ക് ഇരട്ടിയാക്കി. സിപിഐക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സിപിഎമ്മും. തിരുവനന്തപുരത്ത് നടന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായത്. ആലത്തൂരിൽ സിറ്റിംഗ് എംപി സിപിഎമ്മിലെ ഡോക്ടർ പി.കെ. ബിജു ഇടത് സ്ഥാനാർത്ഥിയാകും. ചാലക്കുടിയിൽ സിറ്റിംഗ് എംപി ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കാനും സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ആദ്യ സ്ഥാനാർത്ഥിയായി രാജാജി മാത്യു തോമസ് തൃശൂരിലെത്തി. വിജയം സുനിശ്ചിതമെന്ന് രാജാജി. പ്രചരണം ആരംഭിച്ചതായി സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഒരു മുഴം മുമ്പേ എറിഞ്ഞ് പ്രചരണ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിനം തന്നെ രാജാജി മാത്യു തോമസ് തൃശൂരിലെത്തി. അനുകൂലമായ സാഹചര്യമാണ് മണ്ഡലത്തിലേതെന്നാണ് രാജാജിയുടെ വിലയിരുത്തൽ. 7 നിയമസഭാ മണ്ഡലവും ജില്ലാ പഞ്ചായത്തും ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതിനൊപ്പമാണെന്നിരിക്കെ വരുന്ന തിരഞ്ഞെടുപ്പിലും വിജയത്തിൽ സംശയമില്ല. ശബരിമലയും ചർച്ച് ആക്ടും ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് രാജാജി മാത്യു തോമസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ശബരിമലയെ കുറിച്ച് ചിന്തിക്കുക? ശബരിമലയെക്കുറിച്ച് വിശ്വാസികൾക്ക് പല ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ഉത്കണ്ഠയുള്ളവരും ആശങ്കയുള്ളവരും ശബരിമല സുപ്രീം കോടതിയുടെ ശബരിമല വിധി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ ജനങ്ങളെ വോട്ടിന് വേണ്ടി സമീപിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സംഘടനാ പാരമ്പര്യവുമുള്ള രാജാജി മാത്യു തോമസിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായി സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് TCVയോട് പറഞ്ഞു. 45,000-ഓളം പുതിയ വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ബലം നേടുമെന്നും വത്സരാജ് പറഞ്ഞു. LDF ആയിട്ട് അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കേണ്ടതുണ്ട്. അത് LDFൻ്റെ കൺവെൻഷനും അതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പുതിയ വോട്ടുകൾ ഈ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള കഴിവും ഇതൊക്കെ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാർക്കുണ്ട്. അത് തീർച്ചയായിട്ടും ലെഫ്റ്റിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മണ്ഡലം തീർച്ചയായും നമുക്ക് നല്ല ഭൂരിപക്ഷത്തോട് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ബലം തൃശ്ശൂരിൽ നിന്നുണ്ടാവും. പ്രചരണ പരിപാടികളുമായി ഇടതുമുന്നണി മുന്നോട്ട് നീങ്ങുമ്പോൾ UDFനും BJPക്കും ഇനിയും സ്ഥാനാർത്ഥികളായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം ഉൾപ്പെടെ വിപുലമായ രീതിയിലാണ് ഇടതുമുന്നണി ഇത്തവണ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി പ്രത്യേക ടീം വരെ CPI ഓഫീസിൽ സജ്ജമായി കഴിഞ്ഞു. TCV തൃശൂർ.
സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്ന് രാജാജി മാത്യു തോമസ് പറഞ്ഞു. തൃശൂരിൽ ടി.സി.വിയോട് സംസാരിക്കുകയായിരുന്നു രാജാജി. പാർട്ടിയിൽ തർക്കമുണ്ട് എന്നത് ഊഹാപോഹം മാത്രമാണ്. സിപിഐയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് രാജാജി മാത്യു തോമസ് പറഞ്ഞു. ഇന്ന് വന്ന വാർത്തയുണ്ട്. ആ വാർത്തയും CPIയുടെ ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കൗൺസിലും നടന്ന സംഭവങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ എന്തോ ഒരു വലിയ തർക്കം നടക്കുന്നു എന്നുള്ള തരത്തിലാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയ റൂമുകൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ഊഹാപോഹങ്ങളിൽ ബേസ് ചെയ്ത് അവരുടെ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പേരുകൾ? സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ബുധനാഴ്ച തുടങ്ങും. 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. തൃശൂർ ജില്ലയിൽ 201 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 36 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി 38,400 +1 വിദ്യാർത്ഥികളും 36,750 +2 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഹാൾ ടിക്കറ്റ് വിതരണം, പരീക്ഷാ ഡ്യൂട്ടി പോസ്റ്റിംഗ്, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ചോദ്യോത്തര പേപ്പറുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കൽ എന്നിവ പൂർത്തിയായി കഴിഞ്ഞതായി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ കരീം അറിയിച്ചു. കടുത്ത ചൂട് കണക്കിലെടുത്ത് ഇത്തവണ പരീക്ഷ നടത്തുന്ന ക്ലാസ് മുറികളിൽ കുടിവെള്ളം ലഭ്യമാക്കും. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരീക്ഷ. SSLC പരീക്ഷ 13-ന് ആരംഭിച്ച് 27-ന് അവസാനിക്കും. ജില്ലയിൽ 263 പരീക്ഷാ സെന്ററുകളിലായി 36,630 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതുന്നതും എരുമപ്പെട്ടി ഹൈസ്കൂളിലാണ്. 623 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് ചാവക്കാട് ഫിഷറീസ് ഗവൺമെന്റ് സ്കൂളാണ്. 10 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ ഒന്നിച്ച് നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. അധ്യയന ദിവസങ്ങൾ 203 നിജപ്പെടുത്താനും 6 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കാനും തീരുമാനമായി. അടുത്ത വർഷം സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർകോട് നടത്തും. പ്രളയത്തിൽ മുങ്ങിയ വീടുകളുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയതിൽ അപാകതയെന്ന് ആക്ഷേപം. മതിലകത്ത് 8 വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അനുവദിച്ച സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. മികച്ച തോതിൽ പ്രളയാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്ന മതിലകം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കണ്ടെയ്നർ സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തൊട്ടടുത്തുള്ളവർക്ക് 50-60 ഒക്കെ വെച്ച് കിട്ടിയിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരുവിധം പൊട്ടലൊക്കെ ഉണ്ട്. മോനെ കൊണ്ട് കിടക്കേണ്ട വീടല്ലേ, അപ്പൊ നമ്മ തന്നെ പൊട്ട് കുറെ അടച്ച്. ഞങ്ങൾ ചോദിച്ചപ്പോ പറയണു 15% അതിൽ കൂടുതലുള്ളവർക്ക് കിട്ടിയിട്ടുള്ളൂ. 6 അടി വരെയാണ് ഇവിടെ വെള്ളമുയർന്നത്. വെള്ളത്തിൽ മുങ്ങിയ വീട്ടുകാർ 11 ദിവസമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞത്. ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും പ്രളയത്തെ തുടർന്നുള്ള പ്രാഥമിക സഹായമായ 10,000 രൂപ ഉൾപ്പെടെ ലഭിക്കുകയുണ്ടായി. ഇതിനു പിറകെ സർക്കാർ ഇറക്കിയ മൊബൈൽ ആപ്പ് വഴി പഞ്ചായത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരും സന്നദ്ധ സേവകരായ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുമാണ് വീടുകളുടെ നാശം കണക്കാക്കിയത്. ഇതനുസരിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ് പഞ്ചായത്ത് റവന്യൂ അധികൃതർക്ക് കൈമാറുകയാണുണ്ടായത്. പൂർണ്ണമായി വീട് തകർന്ന 2 കുടുംബങ്ങൾക്ക് പുതിയത് നിർമ്മിക്കാൻ സഹായം ലഭിച്ചു. 5 വീട്ടുകാർക്ക് അറ്റകുറ്റപ്പണിക്കായി 50,000 മുതൽ 60,000 രൂപ വരെ ലഭിച്ചു. ഇതോടെ ആശങ്കയിലായ സഹായം ലഭിക്കാത്തവരിൽ ചിലർ വില്ലേജ് ഓഫീസിൽ തിരക്കിയപ്പോൾ അനുകൂല മറുപടിയല്ല ലഭിച്ചത്. ഇതോടെയാണ് പരാതി ഉയർന്നത്. സഹായം കിട്ടാത്ത വീടുകളിൽ ഒന്നിലെ കിടപ്പ് രോഗിയായ വീരത്തെടുവഴി നൌഷാദിന്റെയും മഫീദയുടെയും മകൻ ഷാരൂഖ് കഴിഞ്ഞ ദിവസം മതിലകത്തെത്തിയ മന്ത്രി AC മൊയ്തീന് നിവേദനം നൽകി. സഹായം കിട്ടാത്തവരിൽ ചില വീടുകളുടെ നാശനഷ്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഉടമകളുടെ പ്രധാന പരാതി. വെള്ളം കെട്ടിനിന്ന ചില വീടുകളിലെ മേൽഭാഗത്തെ വാർക്കയും അടുപ്പും ചുമരും ഇപ്പോഴും അടർന്നു വീഴുകയാണ്. ഇതെല്ലാം പരിഗണിച്ച് അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് പ്രളയത്തിൽപ്പെട്ടവരുടെ ആവശ്യം. എന്നാൽ സഹായം ലഭിക്കാത്തവർ വീടുകൾക്ക് 14 മുതൽ 29% വരെ നാശം സംഭവിച്ചവരുടെ ലിസ്റ്റിലാണുള്ളതെന്നും ഇവർക്ക് അടുത്ത ഘട്ടത്തിൽ ധനസഹായം ലഭിക്കുമെന്നുമാണ് വാർഡ് അംഗം KY അസീസ് പറയുന്നത്. ഭാഗികമായി വീടുകൾക്ക് കേടുപാട് സംഭവിച്ച എല്ലാ വീടുകളെയും ഈ പ്രളയ ദുരിതബാധിത നമ്മളുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുകയും വിവിധ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാന കാറ്റഗറിയിലാണ് ഇവരിപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും പൈസ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവർക്കിപ്പോൾ അവസാന ഘട്ടത്തിലായതുകൊണ്ട് അടുത്ത ഘട്ടത്തിലാണ് ഇവർക്ക് പൈസ വരുന്നത്.
TCV ന്യൂസ് കയ്പമംഗലം. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകളിലേക്ക്. ചിമ്മിനി വനമേഖലയിൽ കാട്ടുതീ പടരുന്നു. ഉൾക്കാട്ടിലെ വാവള, കള്ളിച്ചാമ്പാറ, കാഞ്ഞിരപ്പാറ ഭാഗങ്ങളിലാണ് തീ പടരുന്നത്. ഏക്കറുകളോളം കാട് കത്തിയമർന്നു. 100 കണക്കിന് വർഷം പഴക്കമുള്ള വൻമരങ്ങൾ കാട്ടുതീയിൽ കത്തി നശിച്ചിട്ടുണ്ട്. ആദിവാസി കോളനി നിവാസികൾ ഉൾപ്പെടെയുള്ള വനം വകുപ്പിന്റെ വാച്ചർമാർ ഉണ്ടായിട്ടും വേണ്ടവിധം ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് ആരോപണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ അനധികൃതമായി ക്യാമറയിലും മൊബൈൽ ഫോണിലും പകർത്തുന്നത് തടയാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. അംഗീകൃത തൊഴിൽ കാർഡ് ഇല്ലാത്തവർക്ക് ഇനി ക്ഷേത്രനടയിൽ ഫോട്ടോ എടുക്കാൻ ആകില്ല. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ദേവസ്വത്തിന്റെ പ്രത്യേക പാസ് ഉള്ളവർക്ക് മാത്രമേ ഇനി കല്യാണ മണ്ഡപത്തിൽ ഫോട്ടോ എടുക്കാനാകൂ. വിവാഹം ഷീട്ടാക്കുന്ന സമയത്താണ് പാസ് നൽകുക. 500 രൂപ ഈടാക്കി നൽകുന്ന പാസിൽ 2 ഫോട്ടോഗ്രാഫർമാർക്കും 2 വീഡിയോഗ്രാഫർമാർക്കും മാത്രമേ വിവാഹ ദൃശ്യം പകർത്താനാകൂ. തീരുമാനം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ SV ശിശിർ എന്നിവർ നിവേദനം ഏറ്റുവാങ്ങി. റേഷൻ കാർഡ് ഉടമകളുടെ അപേക്ഷപ്രകാരം പുതുക്കിയ റേഷൻ കാർഡുകൾ കൈപ്പറ്റാനുള്ള സമയപരിധി ബുധനാഴ്ച തീരും. തൃശൂർ ജില്ലയിൽ 4172 അപേക്ഷകരാണ് പുതുക്കിയ റേഷൻ കാർഡ് വാങ്ങാത്തവരായി ഉള്ളത്. റേഷൻ കാർഡുകൾ ഇനിയും വാങ്ങാത്തവർ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്ന് ബുധനാഴ്ചയ്ക്കകം കൈപ്പറ്റിയില്ലെങ്കിൽ റേഷൻ കാർഡുകൾ റദ്ദാക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വീണ്ടും കണ്ടുമുട്ടി. മഹാപൂരത്തിന് ആതിഥ്യമരുളിയ വടക്കുനാഥന് നന്ദി പറയാനാണ് ഭഗവതിമാർ വീണ്ടുമെത്തിയത്. ശിവരാത്രി നാളിൽ അർദ്ധരാത്രിയിലായിരുന്നു ആ കൂടിക്കാഴ്ച. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മാത്രമല്ല, പൂരപ്പങ്കാളികളായ മറ്റ് ദേവീദേവന്മാരും വടക്കുന്നാഥ സന്നിധിയിലെത്തി. ഒപ്പം അശോകേശ്വരം തേവരും. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ആതിഥ്യമരുളിയ വടക്കുന്നാഥന് നന്ദി പറയാനാണ് ദേവകളെത്തുന്നതെന്നാണ് വിശ്വാസം. ചെമ്പുക്കാവ്, നെയ്തലക്കാവ്, അയ്യന്തോൾ, ലാലൂർ, കാരമുക്ക്, ചൂരക്കാട്ടുകര ഭഗവതിമാരും കണിമംഗലം, പനമുക്കുംപിള്ളി ശാസ്താക്കളും ഉൾപ്പെടെ 11 ദേവീദേവന്മാരാണ് വടക്കുന്നാഥന്റെ തിരുമുറ്റത്തെത്തിയത്. സന്ധ്യ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിലേക്ക് ദേവകളുടെ പുറപ്പാട് ആരംഭിക്കുകയായി. തൃപ്പുക കഴിഞ്ഞ് വടക്കുന്നാഥ ക്ഷേത്രം നടയടച്ചതോടെ അശോകേശ്വരം തേവരെത്തി. അശോകേശ്വരം തേവർ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാറില്ല. എങ്കിലും തേവരുടെ നേതൃത്വത്തിലാണ് വടക്കുന്നാഥന്റെ മുറ്റത്തെ ദേവസംഗമം. ശിവരാത്രി നാളിലെ ഈ കൂടിക്കാഴ്ച ദശാബ്ദങ്ങളായി തുടർന്നു പോരുന്നു. വിളക്കാചാരത്തിന്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പിൽ ചാടിക്കൊട്ട്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ പ്രത്യേകതയാണ്. വടക്കുന്നാഥനെ വണങ്ങി പുലരും മുമ്പേ ദേവകൾ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിടവാങ്ങി. ഇനി തൃശൂർ പൂരത്തിനാണ് ഈ ദേവീദേവന്മാർ ഒരേ ദിനം വീണ്ടും വടക്കുന്നാഥനിലെത്തുക. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ സംഗമവും ഇനി അന്നാണുണ്ടാവുക. എന്നാൽ അന്ന് അശോകേശ്വരം തേവരുണ്ടാവുകയില്ല. TCV തൃശൂർ. മലയാളികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ മനുഷ്യസ്നേഹിയായ കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്ക് 3 വയസ്സ്. മണിക്കൂടാരത്തിൽ നിന്നും മറ്റാർക്കും മുൻപേ മണി മറഞ്ഞുപോയപ്പോൾ ചാലക്കുടിക്കാർക്ക് മണിയുടെ ചിരിയും നാടൻ ശീലുകളും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമാണ്. സിനിമയെന്ന മായിക ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും താരപരിവേഷം മാറ്റിവെച്ച് ഒരു പച്ച മനുഷ്യനായി ജീവിച്ച മനുഷ്യസ്നേഹിയായിരുന്നു കലാഭവൻ മണി. തന്റെ ചാലക്കുടി പുഴയും ചന്തയും അവസാന ശ്വാസം വീണ പാടിയും അവിടുത്തെ മനുഷ്യരും അത്രയധികം മണിയെ സ്വാധീനിച്ചിരുന്നു. തന്റെ ഗ്രാമമായ ചാലക്കുടിയെ നാടൻ പാട്ടുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമാക്കാനും ഈ കലാകാരന് കഴിഞ്ഞിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ പൂഴിവാരിയും ഓട്ടോ ഡ്രൈവറായും മരം കയറ്റുകാരനായും ചുമട്ട് തൊഴിലാളിയായും ജീവിതത്തെ അടുത്തെറിഞ്ഞ കലാഭവൻ മണി മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്ക് എത്തുന്നത്.
സങ്കടം കൊടുക്കുന്നുണ്ട് സീത നമ്മളെ കൂൾ വച്ചില്ലേ എന്തോരു ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും. സമുദായം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തെത്തിയ മണി സല്ലാപം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടവനായി. തെങ്ങിലിരുന്ന തൊണ്ടപൊട്ടുമാറ ഉച്ചത്തിൽ തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്ന മഞ്ജുവാര്യരെ നോക്കി പാടിയ ഈ കറുത്ത മുത്തിനെ മലയാളി പ്രേക്ഷകർ നിറ കൈകളോടെയാണ് സ്വീകരിച്ചത്. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയകലഹമോ പരിഭവമോ. തുടർന്ന് സഹനടനായും ഹാസ്യതാരമായും വില്ലനായും നായകനായും മലയാളവും മറുഭാഷകളും మణిയുടെ వేషపగర్చകൾ ఆస్వాదిക്കുകയായിരുന്നു. ఇవాళ ఒక్కరోజు నాకు బాయ్ ఫ్రెండ్ గా ఉంటావా? ఒక్కరోజు బాయ్ ఫ్రెండా? అదేనయ్యా, ఈ ఒక్కరోజు ముఖ్యమంత్రి లాగా ఒక్కరోజు బాయ్ ఫ్రెండ్. ఏటమ్మా తమరు జొన్ను ముక్కలా ఉన్నారు, నేను పంది కుక్కలా ఉన్నాను. నేను తమకు బాయ్ ఫ్రెండా? అవునయ్యా. ചിരിപ്പിക്കുന്ന വില്ലൻ എന്നാണ് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. அந்த டிஜிபி கிட்ட போய் சொல்ல, பாம்புக்கு மகுடி ஊதிக்கிட்டு இருக்கா. മലയാളികൾ മറന്നുപോയ നാടൻ പാട്ടുകൾ അവർ പോലും അറിയാതെ താളത്തിൽ ചുണ്ടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ മണിയോളം ശ്രമിച്ച ഒരു കലാകാരൻ ഇല്ലെന്നു തന്നെ പറയാം. ദാരിദ്ര്യവും ജീവിത സാഹചര്യങ്ങളും പ്രതിഫലിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടുനിൽക്കുന്നവരുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നവയായിരുന്നു. ഏറ്റവും ഒടുവിൽ മണി കൂടാരത്തിൽ നിന്ന് മറ്റാർക്കു മുൻപേ മണി മറഞ്ഞുപോയപ്പോഴും ഇന്നും ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം അദ്ദേഹത്തിനുള്ള ആദരവാണ്. തങ്ങളുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയോടുള്ള ആദരം. കൾച്ചർ ഡെസ്ക്, TCV. കലാഭവൻ മണിയുടെ പകർന്നെടുത്ത വൈഭവങ്ങളാൽ ജീവിതം കരുപിടിപ്പിക്കുകയാണ് രഞ്ജിത്ത് ചാലക്കുടി. ശബ്ദവും ആകാരവും സാക്ഷാൽ മണിയുടേത്. ഒറ്റ നോട്ടത്തിൽ മണിയുടെ പ്രതിരൂപമാണെന്നേ ആരും പറയൂ. കനകമല കൈരൂർ വീട്ടിൽ പ്രഭാകരൻ സുമതി ദമ്പതികളുടെ ഇളയ മകൻ രഞ്ജിത്തിന് ഇപ്പോൾ വയസ്സ് 26. കഴിഞ്ഞ 7 വർഷമായി വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. മണിയുടെ ശബ്ദവും ഭാവവും അനുകരിച്ചായിരുന്നു തുടക്കം. വൈകാതെ മണിയോടൊപ്പം ചാനൽ ഷോയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ മണിയുടെ മറ്റൊരു പതിപ്പായി വേദികളിൽ നിന്നും വേദികളിലേക്ക്. സ്വന്തമായി നാടൻ പാട്ടുകളും എഴുതും. ഇതിനകം നാടൻ പാട്ടിന്റെ ഒരു കാസറ്റും ഇറക്കി. ഇപ്പോൾ സിനിമയിലും വേഷമിട്ടു. തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ശക്തൻ മാർക്കറ്റ് എന്ന സിനിമയിൽ രഞ്ജു ചെയ്യുന്നത് SIയുടെ വേഷം. കലാഭവൻ മണിയെ ഈശ്വരതുല്യമായി കാണാനാണ് ഈ യുവാവിന് ഇഷ്ടം. വീട്ടിലെ പ്രാർത്ഥനാമുറിയിൽ വരെ കലാഭവൻ മണിയുടെ ചിത്രങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. തന്റെ ജീവിതം സാക്ഷാൽ കലാഭവൻ മണിയുടെ ദാനമാണെന്ന് രഞ്ജു പറയുന്നു. TCV, ചാലക്കുടി. ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിലൊരുക്കിയ കലാഭവൻ മണിയുടെ 3ാം ചരമവാർഷികാചരണ ചടങ്ങുകൾക്ക് തുടക്കമായി. മണി അന്ത്യവിശ്രമം കൊള്ളുന്ന വീട്ടുമുറ്റത്തെ കല്ലറയിൽ നിന്നുള്ള ദീപശിഖ ടൗൺഹാളിലെ സമ്മേളന നഗറിൽ സ്ഥാപിച്ചു. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ദീപശിഖ പ്രയാണം നടന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ PM ശ്രീധരൻ, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, CS സുരേഷ്, ജോഷി പുത്തരിക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു. വൈകിട്ട് നടന്ന മണിസ്മരണ VD ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ അധ്യക്ഷയായി. നാടൻ പാട്ടിന്റെ അവതരണവും നടന്നു. ബുധനാഴ്ച വിവിധ കലാപരിപാടികളും പൊതുസമ്മേളനവും നടക്കും. ചേലക്കര പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപിക ശോഭനയെ കൊലപ്പെടുത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി പാഞ്ഞാളിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി എളവള്ളി സ്വദേശി PK ബാലനെയാണ് സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി ആളുകൾ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പ്രതി ചെയ്ത കുറ്റകൃത്യങ്ങൾ പോലീസിനോട് വിവരിച്ചത്. ശോഭനയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയിൽ നിന്ന് അധ്യാപികയുടെ ആഭരണങ്ങളും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. 9 വർഷം പട്ടാളത്തിലും തുടർന്ന് മഹാരാഷ്ട്ര വനം വകുപ്പ് ഉദ്യോഗസ്ഥനായും ജോലി ചെയ്ത് വിരമിച്ച പ്രതി സ്ഥിരം സഞ്ചാരിയാണ്.
സുഖവാസ കേന്ദ്രങ്ങളും ലോഡ്ജുകളിലുമാണ് ജീവിതം. മറ്റൊരു ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ ഉരുകുന്ന ഭൂമി. കരിഞ്ഞുണങ്ങുന്ന പച്ചക്കറി കൃഷികൾ, ഇലയും കായും പൊഴിഞ്ഞു വിറങ്ങലിച്ചു നിൽക്കുന്ന ജാതിത്തോട്ടങ്ങളും. ഇത് കൊടും വരൾച്ച നേരിടുന്ന മേലൂർ പഞ്ചായത്തിന്റെ നേർക്കാഴ്ച. വറ്റിവരളുന്ന ജലാശയങ്ങളെ നോക്കി അന്തം വിട്ടു നിൽക്കുകയാണ് കൃഷിയെ മാത്രം ഉപജീവനമാക്കിയ ഇവിടത്തെ കർഷകർ. തങ്ങൾ ചെയ്തത് പാഴ്വേലയായെന്ന 2 മാസം മുൻപേ ബോധ്യമായിരുന്നു പയർ കൃഷിക്കിറങ്ങിയവർക്ക്. ഇടമഴ ചതിച്ചതും കനാൽ വെള്ളം ലഭിക്കാത്തതും പയർ കൃഷിയുടെ കൂമ്പുവാട്ടി. പാവൽ, കുമ്പളം, മത്തൻ തുടങ്ങിയ കാർഷിക വിളകളും കത്തുന്ന വേനലിനെ അതിജീവിക്കാനാകാതെ മഞ്ഞളിച്ചുപോയി. പൂലാനിയിലെ പെരിങ്ങാത്ര മോഹനന്റെ പാവൽത്തോട്ടം നോക്കുമ്പോൾ നാട്ടുകാരുടെ നെഞ്ചകമാണ് നീറുന്നത്. 1/2 ഏക്കർ പന്തലിൽ പടർന്നു കയറിയ പാവലം നാമമാത്രമേ വിളവെടുക്കാൻ കഴിഞ്ഞുള്ളൂ. വെയിലേറ്റ് ഇവയെല്ലാം മഞ്ഞനിറം ബാധിച്ചു. ഇതോടൊപ്പമുള്ള പടവലത്തിന്റെ സ്ഥിതിയും മറിച്ചല്ല. മേലൂർ, പൂലാനി, പുഷ്പഗിരി, പന്തൽപ്പാടം എന്നിവിടങ്ങളിൽ വ്യാപകമായാണ് ജാതിത്തോട്ടങ്ങൾ ഉണങ്ങി നശിക്കുന്നത്. മാംഗോസ്റ്റിൻ കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകരും ഇപ്പോൾ നട്ടം തിരിയുന്നു. വെള്ളം കിട്ടാതെ മാംഗോസ്റ്റിൻ ഇലകൾ പൊഴിഞ്ഞു തുടങ്ങി. ഇക്കുറി മാംഗോസ്റ്റിൻ വിളവെടുപ്പ് ഇനി നടത്താൻ കഴിയില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പാടശേഖരങ്ങളിലെ കുളങ്ങൾ ഒന്നൊഴിയാതെ വറ്റിവരണ്ടതാണ് എല്ലാ കൃഷികളെയും തകർക്കുന്നത്. ഭൂരിഭാഗം കുളങ്ങളിലും ഇപ്പോൾ ഒരടി മാത്രമാണ് വെള്ളം. ഇത് മോട്ടോറുകളുടെ പമ്പിങ്ങിന് തടസ്സമായി. കുളങ്ങളുടെ ദയനീയ സ്ഥിതി മത്സ്യം വളർത്തൽ കൃഷിയെയും ബാധിച്ചു. ചെറിയ അളവിൽ മാത്രം വെള്ളമുള്ള കുളങ്ങളിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് പരക്കം പായുന്നത്. പൂലാനിയിൽ കർഷകൻ മോഹനൻ 20,000 മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കിയെങ്കിലും ഇതുവരെയും കാര്യമായ വിളവെടുപ്പ് നടന്നില്ല. പ്രളയം കഴിഞ്ഞതിന്റെ ആഘാതം വിട്ടുമാറും മുൻപേ മറ്റൊരാഘാതമാണ് കൊടും വരൾച്ചയിലൂടെ എത്തിയിരിക്കുന്നതെന്ന് മോഹനൻ പറഞ്ഞു. മുൻ പ്രളയത്തിലുണ്ടായ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ഇതേവരെ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് പറയാം. 25,000 രൂപയാണ് മൊത്തം കിട്ടിയത്. അതല്ലാണ്ടൊന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഇനി കുറച്ച് കടങ്ങളുണ്ടാവുന്ന തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ നിലയ്ക്ക് പോയി എല്ലാം നശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ബ്രാഞ്ച് കനാലിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന പ്രദേശങ്ങളാണ് വരൾച്ചയുടെ നീരാളി പിടുത്തത്തിലായത്. കനാലിൽ യഥാസമയം വെള്ളമെത്താത്തതാണ് പൂലാനി പ്രദേശത്ത് കൃഷിയിടങ്ങളെ ഉണക്കുന്നത്. TCV ചാലക്കുടി. ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വേനൽക്കാലമായതോടെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം സുഗമമാക്കാനും നടപടിയായി. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിന് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഷോളയാർ, അപ്പർ ഷോളയാർ, പെരിങ്ങൽകുത്ത് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വെള്ളം ജലക്ഷാമം ഏറെ രൂക്ഷമായ പ്രളയബാധിത പ്രദേശമായ മാള ഭാഗത്തേക്ക് എത്തിക്കാൻ പ്രത്യേക നടപടിയെടുക്കും. ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 60 കിണറുകൾ റീചാർജ് ചെയ്യും. ഉപയോഗയോഗ്യമായ തരത്തിൽ ജലലഭ്യതയുള്ള ക്വാറികളിൽ നിന്നും ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വരൾച്ചാ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കും. മഴപ്പൊലിമയുടെ ജില്ലയിലെ 15 യൂണിറ്റുകൾ സർക്കാർ ഓഫീസുകളുടെ കുടിവെള്ള സ്രോതസ്സുകൾ റീചാർജ് ചെയ്യും. ചിറകൾ സംരക്ഷിച്ച് ശുദ്ധീകരിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കും. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 300ഓളം കിയോസ്കുകളുടെ പ്രവർത്തനം വിലയിരുത്തി ജലവിതരണം സുഗമമാക്കും. ഭൂജല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുടിവെള്ള പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഷോളയാർ ഡാമിൽ മത്സ്യം പിടിക്കുന്നതിനിടെ ആദിവാസി യുവാവ് മുങ്ങിമരിച്ചു. പെരുമ്പാറ ആദിവാസി കോളനിയിലെ 41 വയസ്സുള്ള ദിവാകരനാണ് മരിച്ചത്. ചെങ്ങാടത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കാൽവഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ആദിവാസികൾ മൃതദേഹം മുങ്ങിയെടുത്തു. മലക്കപ്പാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പാമ്പുകടിയേറ്റ് 6ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. എറിയാട് KVHSന് സമീപം നീതിവിലാസം കോളനിയിൽ കല്ലുങ്ങൽ ഷാജിയുടെ മകൻ 11 വയസ്സുള്ള ഷഫ്നാസാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ വീടിനടുത്തുള്ള മൈതാനത്ത് കളിക്കുന്നതിനിടയിലാണ് ഷഫ്നാസിന് പാമ്പുകടിയേറ്റത്.
എട്ടുമന ഇല്ലിക്കലിൽ പ്രളയാനന്തര പുനർനിർമ്മാണങ്ങളുടെ ഉദ്ഘാടനം ഗീതാഗോപി എം.എൽ.എ. നിർവഹിച്ചു. എട്ടുമന ഇല്ലിക്കൽ ബണ്ട് റോഡിന്റെയും KLDC ഷട്ടറിന്റെയും ഇരുകരകളും കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തൽ, വൈക്കോച്ചിറയിൽ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം എന്നിവയാണ് ആരംഭിച്ചത്. എട്ടുമനയിൽ ബണ്ട് തകർന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറി വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേഴ്സി MG, ജില്ലാ പഞ്ചായത്ത് അംഗം PK ലോഹിതാക്ഷൻ, ഇറിഗേഷൻ ബണ്ട് സംരക്ഷണ സമിതി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, അനിത അനിലൻ എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ പാറക്കുളത്തിൽ വീണ 10 വയസ്സുകാരിക്ക് പുതുജീവൻ നൽകിയ വിദ്യാർത്ഥികളുടെ ധീരതയ്ക്ക് രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കം. പറപ്പൂക്കര ഇടുത്തൻ രാജിന്റെ മകൻ വൈഷ്ണവ്, ചെങ്ങാലൂർ രണ്ടാം കല്ല് പൈലവളപ്പിൽ ശ്രീധരന്റെ മകൻ ശ്രീജിത്ത് എന്നിവർക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചു. 2017 മാർച്ച് 3-നാണ് പാലക്കാട് സ്വദേശി കുമാരിയുടെ മകൾ വിസ്മയ 40 അടി താഴ്ചയുള്ള കുളത്തിൽ വീണത്. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു വിസ്മയ. രണ്ടാം കല്ല് പട്ടികജാതി കോളനിക്ക് സമീപത്തെ കുളത്തിൽ കാല് തെറ്റി വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന വിസ്മയയുടെ സഹോദരിയുടെ കരച്ചിൽ കേട്ടാണ് വൈഷ്ണവും ശ്രീജിത്തും സ്ഥലത്തെത്തുന്നത്. ഉടൻ തന്നെ ഇവർ വെള്ളത്തിലേക്ക് ചാടുകയും കുട്ടിയെ കരയ്ക്കെത്തിക്കുകയുമായിരുന്നു. പേടിമൂലം കുട്ടികൾ സംഭവം ആരോടും പറഞ്ഞില്ല. എന്നാൽ 2 ദിവസത്തിന് ശേഷമാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. പുതുക്കാട് പഞ്ചായത്ത് അംഗം ബേബി കീടായിയുടെ നേതൃത്വത്തിൽ വൈഷ്ണവിനെയും ശ്രീജിത്തിനെയും ആദരിക്കുകയും ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കിന് അപേക്ഷ സമർപ്പിക്കുകയുമായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് രാഷ്ട്രപതിയുടെ പ്രതിനിധിയുടെ അറിയിപ്പ് ചെങ്ങാലൂരിലെത്തിയത്. സംസ്ഥാന സർക്കാർ വഴി അവാർഡ് കൈമാറുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. അനുമോദനവുമായി നിരവധി പേരാണ് വൈഷ്ണവിന്റെയും ശ്രീജിത്തിന്റെയും അടുത്തെത്തുന്നത്. പറപ്പൂക്കര പൊതുജന വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവ്. ശ്രീജിത്ത് നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. TCV പുതുക്കാട്. കേരള പുനർനിർമ്മാണ പദ്ധതി അഥവാ RKAയിലേക്ക് ജില്ലയിൽ നിന്നും ഏകദേശം 50 കോടി രൂപയിലേറെ ചെലവ് വരുന്ന പദ്ധതികൾ സമർപ്പിക്കാൻ ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ ധാരണയായി. ജില്ലാ പദ്ധതികളിൽ നിന്നും തെരഞ്ഞെടുത്തതും സമിതി പുതിയതായി മുന്നോട്ട് വച്ചതുമായ പദ്ധതികളാണ് സമർപ്പിക്കുക. ഇവ സംബന്ധിച്ച എസ്റ്റിമേറ്റുകൾ 10 ദിവസത്തിനകം സമർപ്പിക്കാൻ DPC നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം, ഫണ്ട്, സാംസ്കാരിക സംവിധാനങ്ങൾ, ആവശ്യമായ ജീവനക്കാർ എന്നിവ ഒരുക്കുന്നതിനായി 1.5 കോടി രൂപയുടെ ഒരു പദ്ധതി ജില്ലാ ഭരണകൂടം നേരിട്ട് സമർപ്പിക്കും. സ്വന്തം പാർട്ടിക്കാരെ കൊലപ്പെടുത്തുന്ന CPMുമായി കൈകോർക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുകയെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ നയിക്കുന്ന പരിവർത്തൻ യാത്ര കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യൻ സേനയുടെ കരുത്ത് ലോകത്തിന് കാണിച്ചുകൊടുത്ത മോദി തീവ്രവാദത്തിന് ചുട്ട മറുപടി നൽകിയെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത് ലാൽ അധ്യക്ഷത വഹിച്ചു. ഐക്യരാഷ്ട്രസഭ സമാധാന സമിതി അംഗം ഡോക്ടർ പ്രമീള ദേവി, ജാഥ ക്യാപ്റ്റൻ MN രാധാകൃഷ്ണൻ, PM വേലായുധൻ, PS അനിൽകുമാർ, KU പ്രേംജി എന്നിവർ സംസാരിച്ചു. Narendra Modi, because we have dedicated under our leadership each day to fulfillment of promises made. While we stand here to give a hisab of the development work, it is the shameful conduct of the Congress party that seeks today reports from our കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ 4:45 ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി രമേശൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. കൂർക്കഞ്ചേരി ശ്രീനാരായണ ഭക്തപരിപാലന യോഗം പ്രസിഡന്റ് തോപ്പിൽ പീതാംബരൻ, സെക്രട്ടറി PK ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അത്താണിയായ അരിമ്പൂർ സുമിത്രയ്ക്ക് സ്വന്തമായി ഭവനമൊരുങ്ങി. കുടുംബ കൂട്ടായ്മയിൽ പിറവിയെടുത്ത ഈ സന്നദ്ധ സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വെളിച്ചമേകുന്നതാണ് പുതിയതായി പണികഴിപ്പിച്ച സുമിത്ര ഭവൻ. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സുമിത്ര. 128 കുടുംബങ്ങളുടെ അകമഴിഞ്ഞ കൂട്ടായ്മ കൂടിയാണിത്. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ശിശുക്കൾക്കും വനിതകൾക്കും വേണ്ടി നിർമ്മിച്ച സുമിത്ര ഭവൻ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും പൊതുജന കൂട്ടായ്മയിൽ രൂപം കൊണ്ട സുമിത്ര
അരിമ്പൂരിൽ വേറിട്ട കാർഷിക ഉൽപ്പാദനവും ഗ്രാമീണ ചന്തകളും സഹവാസ ക്യാമ്പുകളും നടത്തിവരുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് വയോജനങ്ങൾക്കുള്ള കേന്ദ്രവും ഭിന്നശേഷിക്കാർക്കായി റിസോഴ്സ് സെന്ററും തുറന്നു. സ്റ്റഡ് പരിശീലന കേന്ദ്രത്തിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലാകെ 414 ഭിന്നശേഷിക്കാരാണുള്ളത്. ഇതിൽ 62 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ്. പ്രത്യേകം ഗ്രാമസഭകളിൽ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു റിസോഴ്സ് സെന്ററായി സുമിത്ര അരിമ്പൂരിൽ പ്രവർത്തിച്ചു വരുന്നു. സുമിത്ര ഭവനിലെത്തുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ഭിന്നശേഷിക്കാരായവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും ചെറിയ വരുമാനം അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇവിടെ സൗകര്യമുണ്ട്. വയോജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും സുമിത്രയിൽ പ്രത്യേക സൗകര്യമുണ്ട്. വയോജനങ്ങളുടെ മേഖലയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് വയോജനങ്ങളുടെ ശേഷി അഥവാ പൊട്ടൻഷ്യൽ എങ്ങനെ യുവതലമുറയ്ക്കും കുട്ടികൾക്കും പകർന്നു നൽകാമെന്നുള്ളതാണ്. ഒറ്റപ്പെടൽ, ഒഴിവാക്കൽ എന്നിങ്ങനെ വയോജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒത്തുചേരൽ ഈ സുമിത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. നാടക ക്ലബ്ബ്, ഉപകരണ സംഗീത പരിശീലനം, യോഗ ക്ലബ്ബ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക കോറസ്, കൃഷി, പൂന്തോട്ടം, വിഷുരഹിത പച്ചക്കറി ഉൽപ്പാദനം, പ്രാദേശിക ചന്തകൾ തുടങ്ങിയവയും സുമിത്ര എന്ന വയോജന സൗഹൃദ കേന്ദ്രത്തിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കുട്ടികൾക്കായി പ്രത്യേകം ലൈബ്രറിയും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന് ബോധവൽക്കരണം, കുട്ടികൾക്കെതിരെ അക്രമം തടയാൻ പ്രത്യേക സെൽ എന്നിവയും രൂപീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ്, സെക്രട്ടറി എം ജയൻ, ഡോക്ടർ സി രാവുണ്ണി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ദിവ്യാംഗജ സംഗമവും വയോജന കൂട്ടായ്മയും നടന്നു. TCV അന്തിക്കാട്. മനുഷ്യാവകാശം എന്നത് സത്യത്തിന്റെ ഭാഗമാണെന്നും പണം, അധികാരം തുടങ്ങിയ കാര്യങ്ങളോട് ആർത്തിയില്ലാത്ത ശരിയായ മനോഭാവം പുലർത്തണമെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സത്യപ്രയാൺ സപ്താതരം പരിപാടിയിൽ അവാർഡ് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ശിഷ്യന്റെ മനസ്സിലെ അന്ധകാരം നീക്കുകയെന്നതാണെന്നും സത്യമെന്നത് അച്ചടക്കത്തോടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാണെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. മെഡ്ലിക്കോട്ട് ഹാളിൽ നടന്ന സപ്താതരം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ വർഗീസ് കുത്തൂർ, പ്രിൻസിപ്പൽ ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ചിത്ര നമ്പൂതിരിപ്പാട്, പത്മശ്രീ CK മേനോൻ, വിക്ടർ മഞ്ഞില, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, അക്ഷയ് ശങ്കർ എന്നിവരെ അവാർഡുകൾ നൽകി ആദരിച്ചു. നിരവധി പേർക്ക് സർക്കാർ ജോലിയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തണലേകിയ സത്യൻ ലാലൂർ വിട പറയുമ്പോൾ ഓർമ്മയാകുന്നത് പരിമിതികളെ പൊരുതി തോൽപ്പിച്ച് വഴിവിളക്കായി മാറിയ ഒരു ഗുരുശ്രേഷ്ഠൻ കൂടിയാണ്. സർക്കാർ ജോലി ഒരു ബാലികേറാമലയല്ലെന്ന് സാധാരണക്കാരന് കാട്ടിക്കൊടുത്ത സത്യൻ ലാലൂർ തൻ്റെ കഠിനപ്രയത്നവും അർപ്പണബോധവും കൊണ്ട് നിരവധി പേരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായിരുന്നു. ഏതൊരു സാധാരണക്കാരനും സർക്കാർ ജോലി പ്രാപ്യമാകുമെന്ന് തെളിയിക്കുകയായിരുന്നു സത്യൻ ലാലൂർ. അരനാട്ടുകര വായനശാലയോടനുബന്ധിച്ച് തുടക്കം കുറിച്ച തണൽ എന്ന സംഘടന സത്യത്തിൽ നിരവധി പേർക്ക് ഒരു തണലായി മാറുകയായിരുന്നു. സൗജന്യമായി PSC പരീക്ഷാ പരിശീലനം ഒരുക്കിക്കൊണ്ട് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവരെ സർക്കാർ ജോലി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തി സത്യൻ ലാലൂർ എന്ന സത്യൻ മാഷ്. ദുരിതം നിറഞ്ഞ ബാല്യത്തെയും തൻ്റെ പരിമിതികളെയും പൊരുതി തോൽപ്പിച്ച സത്യൻ ലാലൂർ സർക്കാർ ജോലി നേടിയപ്പോൾ സ്വന്തം കാര്യം നോക്കി ഒതുങ്ങിക്കൂടാൻ തയ്യാറായിരുന്നില്ല. ഏവർക്കും തികച്ചും സൗജന്യമായി പരിശീലനം നൽകുന്നതിനായി അരനാട്ടുകര വായനശാലയോട് ചേർന്ന് തണൽ എന്ന സംഘടന രൂപീകരിച്ച് ക്ലാസുകൾ ആരംഭിക്കുകയായിരുന്നു. ഇവിടുത്തെ പരിശീലനം കൊണ്ട് ജോലി ലഭിച്ച നൂറുകണക്കിന് പേർ തന്നെ ഇവിടെ അധ്യാപകരുമായി. തൃശൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാരനായ സത്യൻ ലാലൂർ തൻ്റെ ഒഴിവുസമയങ്ങളെല്ലാം പരിശീലനം നൽകുന്നതിനായി മാറ്റിവെച്ചു. സംഘടനാ പ്രവർത്തനത്തിലും സജീവമായിരുന്നു അദ്ദേഹം. സത്യൻ ലാലൂരിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തങ്ങളുടെ പ്രിയ ഗുരുവിനെ ഒരു നോക്ക് കാണാനെത്തിയ ശിഷ്യസമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും നിരവധി പേർ സത്യൻ ലാലൂരിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മിഠായി ഗേറ്റിന് സമീപം +2 വിദ്യാർത്ഥിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം സ്വദേശി പുളിക്കൻ വീട്ടിൽ കാസിം മകൻ 17 വയസ്സുള്ള സമീറാണ് മരിച്ചത്. തൃശൂർ ദേവമാത പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു സമീർ. ദിവാഞ്ചിമൂലയിലെ സ്വകാര്യ ഹോസ്റ്റലിലാണ് സമീർ താമസിച്ചിരുന്നത്. സമീറിന്റെ നിര്യാണത്തിൽ സ്കൂളിൽ അനുശോചന യോഗം ചേർന്നു. രാമവർമ്മപുരം ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിദിന വിദ്യാഭ്യാസ സെമിനാറിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് VK സുരേഷ് കുമാർ നിർവഹിച്ചു. എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ KV പത്മനാഭൻ, സീനിയർ ലെക്ചറർ മിനി ചെറിയാൻ, AEO MR ജയശ്രീ, ഡോക്ടർ M കല, അഡ്വക്കേറ്റ് പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 25 സ്കൂളുകളുടെ അവതരണമാണ്
ഉജ്ജീവനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനും കർഷക വഞ്ചനയ്ക്കുമെതിരെ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം C സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി EV കൊച്ചുദേവസി, AV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ എടക്കുന്നി 29ാം ഡിവിഷനിലെ മിനി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മേയർ അജിത വിജയൻ നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ CP പോളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K രാജൻ MLA മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ റാഫി P ജോസ്, DPC അംഗം വർഗീസ് കണ്ടംകുളത്തി, ഒല്ലൂർ മേരിമാത ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കുന്നി 29ാം ഡിവിഷനിൽ പകൽ വീടിനോട് ചേർന്നാണ് 90 ലക്ഷം രൂപ ചെലവിൽ മിനി പാർക്ക് നിർമ്മിക്കുന്നത്. വീണ്ടും പ്രധാന വാർത്തകൾ. ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ. വായ്പകളിന്മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടി. CPIക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് CPM-ഉം. ആലത്തൂരിൽ സിറ്റിംഗ് MP ഡോക്ടർ PK ബിജുവിന് 3ാം ഊഴം. ചാലക്കുടിയിൽ വീണ്ടും ഇന്നസെന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുവടുറപ്പിച്ച ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്ന് രാജാജി മാത്യു തോമസ്. സംസ്ഥാനത്ത് +1, +2 പരീക്ഷകൾ ബുധനാഴ്ച തുടങ്ങും. അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ ഒന്നിച്ച് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പ്രളയത്തിൽ മുങ്ങിയ വീടുകളുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയതിൽ അപാകതയെന്ന് ആക്ഷേപം. മതിലകത്ത് വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അനുവദിച്ച സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.